നിങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ച തുറന്ന് സമ്മതിച്ച് സ്വയം വിമർശനം നടത്തുകയാണ് വേണ്ടത്. ആ സ്വയം വിമർശനം നടത്തുന്നതിൽ നമ്മൾ പിശുക്ക് കാണിച്ചുകൂടാ എന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ സ്വയം വിമർശനം നടത്തുന്ന ഒരു അനുഭവകാലത്തിലൂടെ കടന്നു പോവുകയാണെന്നുള്ളതും കൂടെ യാദൃച്ഛികമായി എൻ്റെ മനസ്സിൽ വരികയാണ്. 10 വർഷം തുടർച്ചയായി ഭരിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിൻ്റെ മേൽ ഒരു അശനിപാതം പോലെ അനർഹമായൊരു പരാജയം. ചില പരാജയങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഇങ്ങനൊരു പരാജയം അത് സൃഷ്ടിച്ച പ്രത്യേക രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് ഇത്തവണത്തെ EMSൻ്റെ ഓർമ്മ പുതുക്കാൻ നമ്മൾ ഒത്തുകൂടുന്നത്. ഇവിടെ ആമുഖമായി അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമ്മളുടെയൊക്കെ സംസാരം എത്ര നേരം വേണം എന്നതിനെക്കുറിച്ചും നമ്മൾ പൊതുവിൽ ഏത് പരിപാടിയിലാണെങ്കിലും ഒരാലോചനയും തീരുമാനവും വേണം. നമ്മളിങ്ങനെ അനന്തമായി 1 മണിക്കൂർ 1.5 മണിക്കൂർ അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് താങ്ങാവുന്നത്ര നേരമേ നമ്മൾ സംസാരിക്കാവൂ. 1, അതെനിക്കും വളരെ കൂടുതൽ ബാധകമാണ്. 2, താങ്ങാവുന്ന ഭാഷയിലേ നമ്മൾ സംസാരിക്കാവൂ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെങ്ങനെ മാറണം എന്നുള്ള കാര്യം വരുമ്പോൾ എല്ലാം മാറ്റത്തിന് വിധേയമാണെന്നുള്ള സിദ്ധാന്തം പറഞ്ഞിട്ട് അതൊക്കെ ശരി, പക്ഷെ ഞാൻ മാറുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ വാഗ്ദാനം നൽകിയതുപോലെ ആമുഖമായി ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രപരമായ ഘട്ടം, അതിൻ്റെ പ്രാധാന്യം, അത് നമ്മളെ എന്തുകൊണ്ട് ഇതിനെയെല്ലാം തടുക്കാൻ കഴിയുന്നൊരു മഹാപ്രസ്ഥാനമായി ഇന്ത്യയിലെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും വളരുന്നതിന് എന്താണ് തടസ്സം? അത് നമ്മളുടെ ആരുടെയെങ്കിലും അടുത്ത് ഇതിനൊരു ഒറ്റമൂലിയുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷെ നമ്മൾ തുറന്ന മനസ്സോടുകൂടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മളൊരു ആത്മവിമർശനത്തിൽ നിന്ന് തുടങ്ങണം ഓരോ കാര്യത്തിലും, അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സന്ദർഭത്തിൽ ഇങ്ങനെ ഒരു വേദിയുടെ ഘടനയിൽ ചെറിയൊരു ഇടപെടൽ നടത്തിയതാണ്. എത്രയോ കാലമായി ഈ ഏറനാട് വള്ളുവനാട് പ്രദേശത്ത് പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന നമ്മുടെ കരുത്തുറ്റ പോരാളിയാണ് സഖാവ് സൈനബ. അഡ്വക്കേറ്റ് സുമതി ഇരിക്കുന്നുണ്ട്, സുമതി പുറകിലിരിക്കുന്നുണ്ട്. സുമതിയെക്കുറിച്ച് ഒരു കാര്യം പറയേണ്ടതുണ്ട്. ഞാൻ DYFI പ്രവർത്തിക്കുമ്പം സുമതി കണ്ടാൽ വളരെ ചെറുപ്പമാണെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് DYFI പ്രവർത്തിച്ചവരാണ്. കോഴിക്കോട് ഞങ്ങളൊരു DIG ഓഫീസ് മാർച്ച് നടത്തി. അപ്പോൾ രൂക്ഷമായ മർദ്ദനം പ്രസ്ഥാനത്തിനെതിരെ നടന്നുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു അത്. അപ്പം അതുകൊണ്ട് ഓഫീസിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ അനുവദിക്കാതെ പോലീസുകാർ വന്ന് തടഞ്ഞാൽ അതിൽ ശക്തമായിട്ട് പ്രതിഷേധിക്കണം എന്ന് തീരുമാനിച്ചിട്ട് പോകുന്ന ഒരു പ്രകടനമാണത്. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഞാൻ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ DYFIയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുകയാണ്. ഈ സമരത്തിന് വേണ്ടി വന്നത്. സംസ്ഥാന നേതാക്കന്മാർ അതിനിടയ്ക്ക് അവരിലെ ഒരു സംരക്ഷണ മനോഭാവം ഉണർന്നിട്ട് അവർ യുവതികളായിട്ട്, സുമതി ഉൾപ്പെടെയുള്ളവരെ, ഞാനിതൊന്നും അറിയുന്നില്ല, നിങ്ങൾ മുമ്പിൽ നിൽക്കണ്ട, ഇത്തവണ ഞങ്ങൾ നയിച്ചോളാം എന്ന് പറഞ്ഞ് മാറ്റി. കുറേ അടി ഞങ്ങൾക്കൊക്കെ ചെറിയ തോതിൽ പരിക്ക് പറ്റിയൊരു പ്രകടനമായിരുന്നു. അത് കഴിഞ്ഞ് കേളുവെട്ടൻ സ്മാരകത്തിൽ ഞങ്ങൾ കൂടുമ്പോൾ ഇവരെല്ലാം അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ചു. ഞങ്ങൾ തൊട്ടാവാടികളാണ് എന്ന് കരുതി ഇതുപോലുള്ള ഒരു ഉശിരൻ സമരത്തിൻ്റെ മുൻനിരയിൽ ഒരു ഭാഗത്തെങ്കിലും ഞങ്ങളെ നിൽക്കാൻ അനുവദിക്കാതെ നിങ്ങളുടെ ഒരു സംരക്ഷണ മനോഭാവം ഞങ്ങളെ പുറകിലേക്ക് കൊണ്ടുപോയി, ഇതൊന്നും ശരിയായ കാഴ്ചപ്പാടല്ല എന്ന് പറഞ്ഞിട്ട് വിമർശിച്ചപ്പോൾ സംസ്ഥാന നേതാക്കന്മാരായിട്ടുള്ളവർ മറുപടി പറയുന്നവർ സുമതി ഓർക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവരത് അപ്പോഴൊരു രക്ഷാകർത്തൃ മനോഭാവത്തിലായി. അതിപ്പോൾ ഞങ്ങളുടെ ഒരു ശരിയായ ധാരണ അനുസരിച്ച് ഞങ്ങൾ അങ്ങനെ ചെയ്തതാണ്. നിങ്ങളുടെ ആവേശവും സമരധീരതയൊക്കെ മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ കുറച്ച്
കുറച്ച് ഇമ്മോഡസ്റ്റായിട്ട് കാര്യങ്ങൾ പറയാൻ താല്പര്യമില്ലാത്ത ആളാണ് എന്ന് വെളിപ്പെടുന്നു. പക്ഷെ അന്നേരം ഞാൻ ശർമ്മയും ദാസിനും ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു. അന്നേരം എസ് ശർമ്മയൊക്കെ കൃഷ്ണദാസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇടപെട്ടിട്ട് പറഞ്ഞു, അല്ല, നിങ്ങൾ നൽകുന്ന ആ വിശദീകരണമൊന്നും ശരിയല്ല കേട്ടോ. അവർ പറഞ്ഞതാണ് ശരി. അവർ ധീരമായി സമരരംഗത്ത് നിൽക്കാൻ കഴിയുന്നവരാണ്. അവരെ അതിനനുവദിക്കാതിരുന്നത് നിങ്ങളുടെ അവരോടുള്ള സ്നേഹവും വാത്സല്യവും ആണെങ്കിലും ശരിയായ ഒരു പൊരുതുന്ന പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാഴ്ചപ്പാട് അനുസരിച്ച് നിങ്ങളുടെ ഭാഗത്തുണ്ടായ വീഴ്ച തുറന്ന് സമ്മതിച്ച് സ്വയം വിമർശനം നടത്തുകയാണ് വേണ്ടത്. ആ സ്വയം വിമർശനം നടത്തുന്നതിൽ നമ്മൾ പിശുക്ക് കാണിച്ചുകൂടാ എന്ന് അന്ന് ഞാൻ പറഞ്ഞത് ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കുകയാണ്. ഇപ്പോഴും നമ്മൾ സ്വയം വിമർശനം നടത്തുന്ന ഒരു അനുഭവ കാലത്തിലൂടെ കടന്നു പോവുകയാണെന്നുള്ളതും കൂടെ യാദൃച്ഛികമായി എൻ്റെ മനസ്സിൽ വരികയാണ്. ഞാൻ ഒരു 5-8 മിനിറ്റ് ഇതിനിപ്പോൾ സംസാരിച്ചതിന് പുറമേ പറയാമെന്നാണ് വിചാരിക്കുന്നത്. ഒന്ന്, ഈ കാലത്ത് EMS നമ്മൾ വിട്ടുപിരിഞ്ഞിട്ട് 3 പതിറ്റാണ്ടാകാറായി എന്ന് സ്വരാജ് പറഞ്ഞത് ശരിയാണ്. അതിനെ തന്നെ മറ്റൊരു രൂപത്തിൽ നമുക്ക് നോക്കിക്കാണാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന ഒരു സംസ്ഥാന ഗവൺമെൻറ് പോലും ഇന്ത്യയിൽ ഒരിടത്തുമില്ലാതെ EMSൻ്റെ അനുസ്മരണം നമ്മൾ ആദ്യമായി നടത്തുന്ന സന്ദർഭമാണിത്. അങ്ങനെ ഒരു വലിയ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തേണ്ട ഒരു പ്രത്യേകത നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്ന ഈ സമയത്തിനുണ്ട്. അതുമാത്രമല്ല, EMS അനുസ്മരണത്തിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ളൊരു കാര്യം, EMSൻ്റെ മരണവാർത്ത അച്ചടിച്ചു വന്ന ദേശാഭിമാനിയിൽ EMSൻ്റെ ലേഖനം ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ വേണമെങ്കിൽ ആദ്യം പറയാവുന്നതാണ്, EMS അവസാന ശ്വാസം എടുക്കുന്നത് കണ്ടു നിന്ന 7-8 പേരിൽ ഒരാളാണ് ഞാൻ, തിരുവനന്തപുരത്ത് കോസ്മോപൊളിറ്റൻ ആശുപത്രിയിൽ. അന്ന് രാവിലെയും EMS ഡിക്റ്റേഷൻ കൊടുത്തു. അത് EMS അതിൻ്റെ തലേന്നും എഴുതിയ ലേഖനങ്ങളുടെ തുടർച്ചയാണ്. അവസാനിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിൽ വന്ന പോലെ 3-ാമത്തെ ദിവസവും ആ ലേഖനം സമാപിച്ചത്. 3 ഭാഗം, 4, 5, 6 ഭാഗമായി EMS വിഭാവന ചെയ്തതാകാം ആ ലേഖനം. അതെന്തിനെക്കുറിച്ചായിരുന്നു? നിങ്ങൾ മിക്കവരും ഓർക്കുന്നുണ്ട്. BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഡൽഹിയിൽ വന്നിരിക്കുകയാണ്. ആ പുതിയ രാഷ്ട്രീയ കാലത്തെയാണ് EMS ആ ലേഖന പരമ്പരയിൽ അഭിസംബോധന ചെയ്യാൻ ശ്രമിച്ചത്. 3 ലക്കം പൂർത്തിയാക്കി. അപ്പോൾ അവസാനിക്കുന്നില്ല എന്നാണ് EMS എഴുതി സ്വയം കൈകൊണ്ട് തിരുത്തൽ വരുത്തിയിട്ടാണ് EMS അയക്കുക. പക്ഷേ വെങ്ങുന്ന ഹൃദയത്തോടുകൂടി ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ സ്റ്റാഫ് ഇതിൻ്റെ ബാക്കി ഇനി എഴുതാൻ EMS നമ്മോടൊപ്പം ഇല്ല, അതുകൊണ്ട് ഈ ലേഖനം EMS തുടരാൻ ഉദ്ദേശിച്ചെങ്കിലും കാലം അതിനനുവദിക്കാത്തതുകൊണ്ട് ഇവിടെ അവസാനിക്കുകയാണെന്നുള്ള അർത്ഥത്തിൽ അവർ അതിലെഴുതുകയാണ് ചെയ്തത്. അപ്പം EMS നമ്മൾ വിട്ടുപിരിഞ്ഞ കാലത്ത് BJP എന്ന് പറയുന്ന ഒരു മനുഷ്യ സമൂഹത്തിന് ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിന് ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത വിഷലിപ്തമായ വർഗീയ പ്രത്യയശാസ്ത്രം മുറുകെ പിടിക്കുകയും പ്രയോഗിക്കുകയും ചെയ്യുന്നവർ, ഭൂരിപക്ഷം എന്ന് അത് കോട്ടാണ് അവരുടെ RSSൻ്റെയും BJPയുടെയും ദൃഷ്ടിയിലെ ഭൂരിപക്ഷ വിശ്വാസികൾ, ഹിന്ദു വിശ്വാസികൾ, അവരൊന്നും ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന മഹാഭൂരിപക്ഷവും വർഗീയവാദികളല്ല. അത് ഉടനെ നമ്മൾ ഓർമ്മിപ്പിക്കണം. അവരുടെ പേരിൽ വർഗീയ ലഹളകൾ സൃഷ്ടിക്കുകയും അത്തരം രക്തച്ചൊരിച്ചിലുകളെ, വർഗീയ ലഹളകളിൽ ചൊരിയുന്ന രക്തം
സ്വന്തം വർഗീയ രാഷ്ട്രീയത്തെ വളർത്താനുള്ള വളമായി ഈ രക്തം ഉപയോഗപ്പെടുത്തുന്ന ഒരു കൂട്ടം ഭീകരർ. അങ്ങനെയാണ് RSSനെയും BJPയും കാണേണ്ടത്. അവർ ഇന്ത്യയിൽ ഭരണാധികാരത്തിൽ വന്നിരിക്കുന്നു. അതുയർത്തുന്ന വെല്ലുവിളി ജനങ്ങൾ, തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനം ഇതിനെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന കാര്യമാണ് അവസാന ശ്വാസമെടുക്കുന്നതിന് ഏതാനും നിമിഷം മുമ്പ് വരെ സഹ EMSനെ അലട്ടിയത്. അതാണ് അദ്ദേഹം എഴുതിയത്. ഇപ്പം അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മൾ ഇവിടെ ഒത്തുകൂടുമ്പോൾ എന്താ ഇന്ത്യയിലെ സ്ഥിതി? അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകളും താക്കീതുകളും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് പൊരുതുവാൻ, ബൃഹത്തായ ബഹുജന പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ നമുക്ക് വേണ്ട പോലെ കഴിഞ്ഞില്ല. നമ്മളെന്ന് പറയുന്നത് വിശാലമായൊരർത്ഥത്തിൽ ആ കുറ്റം കമ്മ്യൂണിസ്റ്റുകാർക്ക് എത്രത്തോളം ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നൊക്കെയുള്ളത് മാറി നിൽക്കട്ടെ. പക്ഷെ നമ്മുടെ സമൂഹത്തിന്, ഈ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പോൾ ഈ അനുസ്മരണം നടക്കുന്ന ഘട്ടത്തിൽ ഇതുവരെ BJPക്ക് കടന്നു ചെല്ലാൻ കഴിയാതിരുന്ന ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനം, ചരിത്രപരമായി, രാഷ്ട്രീയമായി, ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൻ്റെ ഈറ്റില്ലമായിരുന്നു ബംഗാൾ. വർഗീയമായി ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന സാമ്രാജ്യത്വ കുടിലതന്ത്രം അവരാദ്യം പ്രയോഗിച്ചത് ബംഗാൾ വിഭജനത്തിലൂടെയായിരുന്നു. സംസ്കാരത്തിൻ്റെ ബംഗാൾ, ടാഗോറിൻ്റെയും രാജാറാം മോഹൻ റായിൻ്റെയും ഇപ്പോഴും നമ്മളോടൊപ്പമുള്ള അമർത്യ സെന്നിൻ്റെയും സത്യജിത് റേയുടെയും താരാശങ്കർ ബന്ദോപാധ്യായുടെയും ഒക്കെ, ബിമൽ മിത്രയുടെയും നമ്മൾ പറയും. പക്ഷെ ബംഗാളികൾ ബിമൽ മിത്രയെ അത്ര വിവരത്തിൽ കാണുന്നില്ല. അപ്പോൾ ബംഗാൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ, സാംസ്കാരിക ചരിത്രത്തിൽ വലിയൊരു സാന്നിധ്യമായിരുന്നു. അത് ഇന്ത്യയിലെ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ അഡ്വാൻസ്ഡ് ഔട്ട് പോസ്റ്റ് എന്നാണ് BTR ഒരു പാർട്ടി കോൺഗ്രസിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. ഇന്ത്യയിലെ തൊഴിലാളി വർഗ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ മുന്നണി താവളം, അല്ലേ, അഡ്വാൻസ്ഡ് ഔട്ട് മുന്നണി താവളം ആയ ബംഗാൾ 15 വർഷം മമതാ ബാനർജി ഭരിച്ചു. ഇപ്പം ഇതാ BJP 3/2 ഭൂരിപക്ഷം നേടി ബംഗാൾ പിടിച്ചെടുത്തിരിക്കുന്നു. EMS ജീവിച്ചിരുന്നെങ്കിൽ ഇതിനെ എങ്ങനെ കാണുമായിരുന്നു? ഇതിനെക്കുറിച്ച് എന്ത് പറയുമായിരുന്നു? എത്രത്തോളം വിമർശനവും സ്വയം വിമർശനവും നടത്തുമായിരുന്നു? ഇതെല്ലാം നമ്മുടെ മനസ്സിനെ പിടിച്ചുലയ്ക്കേണ്ട അനുഭവങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിൽ വലിയൊരു ചരിത്രം നമ്മൾ സൃഷ്ടിച്ചു. 5 ആണ്ട് കൂടുമ്പോൾ ഭരണം മാറി വരുന്നത് അവസാനിപ്പിച്ചിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണത്തിൻ്റെ ഒരു തുടർച്ച സ്ഥാപിച്ചെടുക്കാൻ നമുക്ക് കേരളത്തിൽ കഴിഞ്ഞുവെങ്കിൽ ആ തുടർച്ച നേടിയതിലൂടെ എത്രത്തോളം നാം അഭിമാന വിജൃംഭിതരായോ, ഒരു നവകേരള സൃഷ്ടിയെക്കുറിച്ച്, തീവ്ര ദാരിദ്ര്യമുക്തമായ കേരളത്തെ മറ്റ് പല പരാധീനതകളും തുടച്ചു മാറ്റാൻ കഴിയുന്ന പുരോഗതിയുടെ മുന്നേറ്റത്തിൻ്റെ ഒരു പാതയിലൂടെ ഇനിയും കൊണ്ടുപോകാൻ കഴിയും എന്ന പ്രതീക്ഷയിലിരുന്നപ്പോൾ 10 വർഷം തുടർച്ചയായി ഭരിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിൻ്റെ മേൽ ഒരു അശനിപാതം പോലെ അനർഹമായൊരു പരാജയം. ചില പരാജയങ്ങൾ നമുക്ക് സ്വീകരിക്കാം. ഇങ്ങനൊരു പരാജയം, അത് സൃഷ്ടിച്ച പ്രത്യേക രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക അന്തരീക്ഷത്തിലാണ് ഇത്തവണത്തെ EMSൻ്റെ ഓർമ്മ പുതുക്കാൻ നമ്മൾ ഒത്തുകൂടുന്നത്. ഇവിടെ ആമുഖമായി അധികം സംസാരിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമല്ല, നമ്മളുടെയൊക്കെ സംസാരം എത്ര നേരം വേണം എന്നതിനെക്കുറിച്ചും നമ്മൾ പൊതുവിൽ ഏത് പരിപാടിയിലാണെങ്കിലും ഒരു ആലോചനയും തീരുമാനവും വേണം.
നമ്മളിങ്ങനെ അനന്തമായി 1 മണിക്കൂർ 1.5 മണിക്കൂർ. ഇവിടെ ഒരു കാര്യം ഞാൻ പെട്ടെന്ന് കൂട്ടിച്ചേർക്കും കേട്ടോ. നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഏറ്റവും പ്രഗത്ഭരായ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് അടിയുറച്ചു നിൽക്കുന്ന ചില പ്രഭാഷകർ, അവർ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ എടുത്ത് സംസാരിച്ചാലും നിങ്ങൾക്കാർക്കും എനിക്കും ഒരു പ്രതിഷേധവുമില്ല. സുനിൽ പി ഇളയിടമോ KN കുഞ്ഞഹമ്മദോ അനിൽ ചേലമ്പ്രയോ അങ്ങനെ കുറച്ച് പേരുണ്ട്. ഓരോ യോഗത്തിനും തയ്യാറായി വന്നവർ പറയും. രാഷ്ട്രീയ പ്രഭാഷകരുടെ കൂട്ടത്തിൽ നമ്മുടെ സ്വരാജിനെ പോലെയുള്ളവരുണ്ട്. അവർ പ്രസംഗിക്കുന്നത് കേൾക്കാൻ. പിന്നെ താഴെ ഇരിപ്പുണ്ട് താണ്ടെ, അങ്ങനെയുണ്ട്. പക്ഷേ ഇപ്പം സുനിലുമായിട്ട് കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. സുനിൽ 8-10 മിനിറ്റ് കൊണ്ട് നമ്മൾ പങ്കെടുത്ത യോഗത്തിൽ കാര്യങ്ങൾ അടുക്കി ഒതുക്കി പറഞ്ഞു. അത് സാധിക്കും. പുതിയ കാലത്തിൽ ആശയവിനിമയത്തിന്, പ്രത്യേകിച്ച് പുതിയ തലമുറ, ഇവിടെ എത്രയുണ്ട് പുതിയ തലമുറയുടെ പ്രതിനിധികൾ ഉണ്ട്. ബാലസംഘത്തിൽപ്പെട്ട കുറേ കൂട്ടുകാർ വന്ന് എൻ്റെ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തു. അപ്പം പെട്ടെന്ന് ഇങ്ങോട്ട് വരേണ്ടതുകൊണ്ട് ചിലർ നിരുത്സാഹപ്പെടുത്തി. പക്ഷെ അവർക്ക് എൻ്റെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാൻ അവകാശമുണ്ട്. കാര്യം ഞാൻ ബേബിയാണ് എന്നുള്ളത് കൊണ്ട് ആ കുട്ടികൾക്ക് അതിനുള്ള അവകാശമുണ്ട്. അപ്പം ഞാൻ നിന്ന് കൊടുത്തു അവരുടെ കൂടെ. അങ്ങനെ കുറേ പേര്, ഇവിടുത്തെ സംഘാടകരെ ഞാൻ അനുമോദിക്കുകയാണ്. ബാലസംഘത്തിൻ്റെ കുറേയേറെ ആൾ ഇവിടെ പ്രവർത്തനത്തിന് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കുന്നവർക്ക് താങ്ങാവുന്നത്ര നേരമേ നമ്മൾ സംസാരിക്കാവൂ. 1, അതെനിക്കും വളരെ കൂടുതൽ ബാധകമാണ്. 2, താങ്ങാവുന്ന ഭാഷയിലേ നമ്മൾ സംസാരിക്കാവൂ. ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മളെങ്ങനെ മാറണം എന്നുള്ള കാര്യം വരുമ്പോൾ എല്ലാം മാറ്റത്തിന് വിധേയമാണെന്നുള്ള സിദ്ധാന്തം പറഞ്ഞിട്ട് അതൊക്കെ ശരി, പക്ഷെ ഞാൻ മാറുന്ന പ്രശ്നമില്ല എന്ന് ഞാൻ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ശരിയാവില്ല. അപ്പോൾ വാഗ്ദാനം നൽകിയതുപോലെ ആമുഖമായി ഈ കാലഘട്ടത്തിൻ്റെ ഒരു ചരിത്രപരമായ ഘട്ടം, അതിൻ്റെ പ്രാധാന്യം, അത് നമ്മളെ എന്തുകൊണ്ട് ഇതിനെയെല്ലാം തടുക്കാൻ കഴിയുന്നൊരു മഹാപ്രസ്ഥാനമായി ഇന്ത്യയിലെ ഇടതുപക്ഷവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും വളരുന്നതിന് എന്താണ് തടസ്സം? അത് നമ്മുടെ ആരുടെയെങ്കിലും അടുത്ത് ഇതിനൊരു ഒറ്റമൂലിയുണ്ടെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ നമ്മൾ തുറന്ന മനസ്സോടുകൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കേരളീയ സമൂഹത്തിൽ നമ്മൾ പൊതുവിലൊരു ഇടതുപക്ഷ മനസ്സ് കേരളത്തിനുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അറിയാതെ വലതുപക്ഷം സ്വാധീനം ഉറപ്പിക്കുന്നുണ്ടോ? നമ്മളിലേക്ക് തന്നെ നമ്മൾ അറിയാതെ വലതുപക്ഷം നുഴഞ്ഞു കയറുന്നുണ്ടോ തുടങ്ങിയ കാര്യം മുതൽ ഇന്ത്യയിൽ എങ്ങനെ RSS എന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള സംഘടന എണ്ണമറ്റ സംഘടനകൾ സൃഷ്ടിച്ചുകൊണ്ട് നിലവിലുള്ള സംഘടനകളിലെല്ലാം നുഴഞ്ഞു കയറിക്കൊണ്ട് RSS എങ്ങനെ അവരുടെ രാഷ്ട്രീയ പദ്ധതി ഇന്ത്യയിൽ ശക്തിപ്പെടുത്തുന്നു. ലോകം ഒറ്റപ്പെട്ട ചില അനുഭവങ്ങൾ നമുക്ക് ആവേശം പകരുന്നതായിട്ടുണ്ട്. ഇറ്റലിയിലെ ഒരു നഗരത്തിൽ കമ്മ്യൂണിസ്റ്റ് റീഫൗണ്ടേഷന്റെ നേതാവ് 36 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ തിരഞ്ഞെടുക്കപ്പെട്ട വാർത്ത കഴിഞ്ഞ ദിവസം വന്നു. ആവേശം പകരുന്നതാണ്. മംദാനിയുടെ വിജയം ന്യൂയോർക്കിൽ ആവേശം പകരുന്നതാണ്. പരിമിതികളുണ്ട് അദ്ദേഹത്തിന്റെ നിലപാട്. അപ്പൊ അങ്ങനെ ചിലതുണ്ടെങ്കിൽ പോലും തീവ്ര വലതുപക്ഷം സ്വാധീനം വർദ്ധിപ്പിക്കുന്ന അനുഭവങ്ങൾ ലോകത്ത് പൊതുവിലുണ്ടാവുമ്പോൾ എങ്ങനെ ഈ സാഹചര്യങ്ങളെ ഹൃദയത്തിലും കയ്യിലും ചെങ്കൊടി ഉയർത്തിപ്പിടിക്കുന്ന നമ്മൾ എങ്ങനെ ഈ സാഹചര്യത്തെ നേരിടാൻ സ്വയം സജ്ജരാകണം? നമ്മളെങ്ങനെ സ്വയം കൂടുതൽ ജനകീയരായ കമ്മ്യൂണിസ്റ്റുകാരായും വിപ്ലവകാരികളായിട്ടും മാറണമെന്നുള്ളൊരു ചോദ്യമാണ്. നിങ്ങൾ ചോദ്യം ചോദിക്കാനിരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം നിങ്ങളുടെ മുമ്പിൽ ഉന്നയിക്കുകയാണ്. ഈ ചോദ്യമാണ് നമ്മളുടെ മുമ്പിലുള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങളിൽ നിന്ന്, സഖാക്കളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ചോദ്യം ചോദിക്കാനുള്ള നിങ്ങളുടെ അവകാശം സംരക്ഷിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായ നിരീക്ഷണങ്ങൾ കൂടി അവതരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്
എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആമുഖമായ പരാമർശങ്ങൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി.